നമസ്കാരം. എല്ലാവർക്കും വരപ്രസാദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 സ്കന്ദഷഷ്ഠി വ്രതത്തെക്കുറിച്ചാണ് പറയുന്നത്. തുലാമാസത്തിലെ വെളുത്ത പക്ഷഷഷ്ഠിയാണ് സ്കന്ദഷഷ്ഠി. സന്താനാഭിവൃദ്ധിക്കും രോഗശാന്തിക്കും ദുരിത നിവാരണത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കും ഒക്കെ അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഈ വർഷം ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ് സ്കന്ദഷഷ്ഠി വരുന്നത്. സ്കന്ദഷഷ്ഠി വ്രതത്തിന് 6 ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഉത്തമം. ഇതനുസരിച്ച് ഒക്ടോബർ 22 ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കണം. ഷഷ്ഠി ദിനത്തിനും 5 ദിവസം മുമ്പേ വ്രതം ആരംഭിക്കുക. തലേന്ന് ഒരിക്കലോടെ ഷഷ്ഠി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. ലോകമാതാവായ ശ്രീപാർവതി ദേവി മകനായ മുരുക ഭഗവാന് വേണ്ടി 108 ഷഷ്ഠിയാണ് എടുത്തത്. 6 ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ദഷഷ്ഠി വ്രതം. കുടുംബസൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ദഷഷ്ഠി വ്രതം. സ്കന്ദഷഷ്ഠി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർത്തൃ സന്താന ദുഃഖവും തീരാവ്യാധികളും ഉണ്ടാവുകയില്ല. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായും ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും മക്കളുടെ നന്മയ്ക്കും സർപ്പദോഷശാന്തിക്കും ത്വക്ക് രോഗ നിവാരണത്തിനും സർവാഭീഷ്ടസിദ്ധിക്കും മറ്റു രോഗശാന്തിക്കും ഒക്കെയായി ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വ്രത ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിച്ച് സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ആർത്തവ കുല വാലായ്മയൊക്കെ ഉള്ളവർക്കും സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. മറ്റെവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. മന്ത്രം ചൊല്ലുന്നതിലും കുഴപ്പമൊന്നുമില്ല. വ്രതം തുടങ്ങി ഇടയ്ക്ക് വെച്ച് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വന്നാലും നിങ്ങൾക്ക് വ്രതം തുടർന്നു പോകാവുന്നതാണ്. പൂജാമുറിയിൽ കയറുകയോ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ എങ്ങനെയാണോ വ്രതം എടുത്ത് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ വ്രതം തുടർന്നു പോവുക. അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതരീതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ചിലർ ഒരിക്കലൂണും മറ്റ് സമയങ്ങളിൽ ഗോതമ്പാഹാരമോ ഫലവർഗ്ഗങ്ങളോ പാലോ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വ്രതമെടുക്കാറുണ്ട്. നിങ്ങൾ ഏത് രീതിയിലാണോ ആദ്യത്തെ ദിവസം വ്രതമെടുത്തത് ആ രീതി തന്നെ എല്ലാ ദിവസവും പിന്തുടരുക. ഇടയ്ക്ക് വെച്ച വ്രതരീതി മാറ്റുന്നത് നല്ലതല്ല. ഷഷ്ഠി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജൽഭവേ നമ 108 തവണ ജപിക്കുന്നതും ഓം ശരവണഭവ എന്ന മന്ത്രം 21 അല്ലെങ്കിൽ 108 തവണ ജപിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ സുബ്രഹ്മണ്യ ഗായത്രി, സുബ്രഹ്മണ്യ സഹസ്രനാമം, സ്കന്ദഷഷ്ഠി കവചം, വേൽമാറൽ മഹാമന്ത്രം എന്നിവ ഈ വ്രത ദിവസങ്ങളിലെല്ലാം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക. സ്കന്ദഷഷ്ഠി ദിനത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് ഒക്ടോബർ 28-ാം തീയതി രാവിലെ തുളസി തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.